ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ സുധീഷ് വിചാരിക്കുന്നുണ്ട്, എന്തായാലും സൂര്യ തട്ടിക്കൊണ്ടുപോയി ഇനി കല്യാണം ഒന്നും മുടങ്ങിയ അവൾക്ക് എന്നോടുള്ള സ്നേഹം കൂടുള്ളൂ, അതുകൊണ്ട് ഞാൻ എന്തായാലും അവളെ കല്യാണം മുടക്കി കൊടുക്കും, എന്തായാലും കല്യാണം മുടക്കണം എന്നൊക്കെ സുധീഷ് വിചാരിച്ച് നടക്കുന്നുണ്ട്. എന്തായാലും അപ്പുറത്ത് നമ്മളെ സൂര്യ തട്ടിക്കൊണ്ടുപോയ സുഭാഷ് അവരെ വിടുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ കല്യാണ രജിസ്ട്രേഷനൊക്കെ മുടങ്ങിയുകൊണ്ട് സൂര്യനെ വിടുന്നുണ്ട്. സൂര്യനെ വിട്ടിട്ട് സൂര്യ വീണ്ടും വീട്ടിലേക്ക് വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കവിത വിളിക്കൊണ്ട് സുഭാഷ് ഹോട്ടലിലേക്കൊക്കെ പോയിട്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ട് അവർ രണ്ടാളും സംസാരിക്കുന്നുണ്ട്. എന്തായാലും കവിതയ്ക്കാണെങ്കിൽ സുഭാഷിനെ വലിയ ഇഷ്ടമാവുന്നുണ്ട്, പക്ഷേ വീട്ടുകാരാണെങ്കിൽ കല്യാണത്തിന് സമ്മതിക്കുന്നുമില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹരീഷിൻ്റെ അടുത്തേക്ക് നീതു വരുന്നുണ്ട്. നീതുവിനായിട്ട് സംസാരിക്കുന്നുണ്ട്. നീതുവിനാണെങ്കിൽ ഹരീഷിനെ വലിയ ഇഷ്ടമുണ്ട്. ഹരീഷിനും എന്തായാലും നീതുവിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സൂര്യ വീട്ടിലേക്ക് വന്നിട്ട് നിധിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഫോൺ ഞാൻ വിളിച്ചപ്പോൾ എടുക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് മനസ്സില്ലാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടമാവണില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം സൂര്യയാണെങ്കിൽ ദേഷ്യപ്പെടുന്ന ആളൊക്കെ എന്തുകൊണ്ട് എൻ്റെ ഫോൺ എടുത്താന്നൊക്കെ ചോദിക്കുമ്പോൾ നിധിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പറയുന്നത്, നീ ഈ റൂമിൽ നിന്ന് ഒന്ന് പോകണുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഉറക്ക വിളിക്കുന്നുണ്ട്. ആ സമയത്ത് രാജീവൻ പുറത്തിരുന്ന് വിചാരിക്കും എന്ത് പറ്റി നിധിക്ക് എന്ന് വിചാരിച്ചിട്ട് നിധിനെ കുറേ പോയി ചീത്ത പറയുന്നുണ്ട്. എന്നിട്ട് നിധി എന്തായാലും എല്ലാവരും കൂടി കല്യാണത്തിൻ്റെ തലേ ദിവസത്തേക്ക് എത്തേണ്ട കല്യാണമൊക്കെ ഏകദേശം ഒരുങ്ങി തുടങ്ങിയിരുന്നു. ആ സമയത്ത് നമ്മൾ നിധിക്കാണെങ്കിൽ കല്യാണത്തിന് തീരെ ഇഷ്ടമാവണില്ല എന്ന് അവളുടെ അടുത്തമ്മോട് പറയുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, കല്യാണം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ തലേ ദിവസം ഒരു കത്തൊക്കെ എഴുതി വെച്ചിട്ട് നമ്മുടെ സുധീഷിൻ്റെ ഒപ്പം പോവുകയാണ്. സുധീഷ് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും എന്നെ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നീ എന്നെ കൂടെ പോകും, ഞാൻ അന്നെ ഏതെങ്കിലും ഒരു നാട്ടിൽ കൊണ്ടുപോയി വിടാമെന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് കാറിലൊക്കെ ജീപ്പിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് ബാക്കിലാണെങ്കിൽ നമ്മുടെ നിധിയുടെ വീട്ടുകാർ ഇവരെ തിരഞ്ഞിട്ട് വരുന്നുണ്ട്. ഇവർക്കാണെങ്കിൽ നിധിയാണെങ്കിൽ ഇരുന്ന് വണ്ടിയിൽ പ്രാർത്ഥിക്കേണ്ട, അവരുടെ കണ്ണു മുന്നിൽ പെടരുതേ, ഞാൻ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഈ നാട് കടക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് പോകുന്നുണ്ട്. സുധീഷ് നിധി കൂടി നേരെ ചെന്ന് പോയി പറയുന്നത് നമ്മുടെ രാജീവിൻ്റെ കാറിൻ്റെ മുന്നിലേക്കാണ്. അപ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ സുധീഷ് നിധിയുടെ കൈ വലിച്ച് ഓടിച്ചെല്ലണത് ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് അവൾ പറയുന്നുണ്ട്, സുധീഷ് പറയുന്നുണ്ട് ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ നിധിയായിട്ട് പ്രേമിച്ച് ഓടി വന്നതാണ്, എന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞിട്ട്, നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ നിങ്ങളെ കല്യാണം നടത്തി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിധിയുടെ സുധീഷിൻ്റെ കല്യാണം നടത്തി കൊടുക്കുന്നുണ്ട്. നിധി സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇപ്പോൾ കല്യാണം, ഞാൻ കല്യാണം കഴിക്കില്ല, എനിക്ക് ഈ നാട് വിട്ട് പോകണം എന്നാണ്, ഞാൻ നിന്നെ കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ പ്രശ്നത്തിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് നീ എന്നെ കല്യാണം കഴിച്ചേ പറ്റൂ, അല്ലാതെ ഇതൊന്നും ഒരു പോം വഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു ഡ്രാമയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സുധീഷും നീതിയും കൂടി കല്യാണം കഴിക്കണത്.